ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. പാചകവാതകം അഥവാ ലിക്വിഡ് പെട്രോളിയം ഗ്യാസ് ഉപയോഗിക്കാത്തവരായി നമ്മളിൽ ആരും തന്നെ ഉണ്ടാകുകയില്ല. എന്നാൽ അതിനിടയിൽ തന്നെ പലപ്പോഴും നമ്മൾ വാർത്തകളിൽ കാണാറുണ്ട്, കുക്കിംഗ് ഗ്യാസ് പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായി, ഇല്ലെങ്കിൽ കുടുംബം കഷ്ടിച്ച് ജീവനോടുകൂടി രക്ഷപ്പെട്ടു എന്നെല്ലാം വാർത്തകൾ നിങ്ങൾ കണ്ടിട്ടുമുണ്ടാകും. കുക്കിംഗ് ഗ്യാസ് പൊട്ടിത്തെറിക്കുമോ? വളരെ ചുരുക്കം ചില സാഹചര്യങ്ങളിൽ മാത്രമേ കുക്കിംഗ് ഗ്യാസ് പൊട്ടിത്തെറിക്കത്തുള്ളൂ. എന്നാൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കാതെ തന്നെ അതിനുള്ളിൽ നിന്നും പാചകവാതകം പുറത്തേക്ക് ലീക്ക് ചെയ്ത് അത് തീപിടിച്ചാണ് പലപ്പോഴും അപകടങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ പാചകവാതകത്തിൻ്റെ സ്വഭാവം നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നാൽ നമുക്ക് പലപ്പോഴും ഇൻ കേസ് നമ്മുടെ വീടുകളിൽ പാചകവാതകം ലീക്ക് ചെയ്താലും നമുക്ക് അപകടത്തിൽ നിന്നും രക്ഷപ്പെടുവാൻ സാധിക്കും. നമ്മുടെ എല്ലാം വീടുകളിൽ ഉപയോഗിക്കാനുള്ള പാചകവാതക സിലിണ്ടറിൻ്റെ ഉള്ളിൽ ദ്രാവക രൂപത്തിലാണ് ഇത് നിറച്ചു വരുന്നത്. ഇത് നമ്മൾ അതിൻ്റെ നോബ് തിരിക്കുന്ന സമയത്ത് ദ്രാവകം കൺവേർട്ടായിട്ട് ഗ്യാസ് ആയിട്ടാണ് പുറത്തേക്ക് വരുന്നത്. ഗ്യാസ് പുറത്തേക്ക് വരുന്ന ഏത് സ്പോട്ടിലാണോ അത് തീയുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നത്, അവിടെ വെച്ച് അതിന് തീ പിടിച്ചിട്ട് അത് കത്തുന്നു. പാചകവാതകത്തിന് നമ്മുടെ അന്തരീക്ഷ വായുവിനേക്കാൾ ഭാരം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ പാചകവാതകം സിലിണ്ടറിൽ നിന്നും ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മുറിക്കുള്ളിൽ താഴത്തെ ഭാഗത്താണ് കൂടുതൽ പടർന്നു നിൽക്കുന്നത്. ഇത് മുകളിലേക്ക് ഉയർന്നു പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. തുറസായ സ്ഥലത്ത് വെച്ചാണ് ഗ്യാസ് ലീക്ക് ചെയ്യുന്നതുണ്ടെങ്കിലോ, അല്ലെങ്കിൽ വലിയ ഗോഡൗണിലോ അല്ലെങ്കിൽ ഓപ്പൺ സ്പേസിലോ ആണ് ലീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര മാരകമല്ല. കാരണം ഏത് ഭാഗത്തേക്കാണ് കാറ്റടിക്കുന്നത് ആ ഭാഗത്തേക്ക് ഈ വായു പോവുകയും ചെയ്യും. ഒരിക്കലും പാചകവാതകം നമ്മുടെ സാധാരണ അന്തരീക്ഷ വായുവുമായിട്ട് ചേർന്ന് പോകത്തില്ല, അന്തരീക്ഷ വായുവിൽ ലയിച്ചു പോകത്തില്ല. മറ്റു വാതങ്ങളെക്കാൾ പാചകവാതകത്തിനുള്ള പ്രത്യേകത, ഇതിന് വളരെ പെട്ടെന്ന് തന്നെ തീ പിടിക്കാനുള്ള ഒരു ശേഷിയുണ്ട്. രണ്ട് ഘടകങ്ങളാണ് പാചകവാതകത്തിന് തീ പിടിക്കാൻ ആവശ്യം. ഒന്ന് ഓക്സിജൻ, അത് ഗ്യാസ് ഇരിക്കുന്ന അടുക്കളയിൽ ധാരാളം ഓക്സിജൻ നമ്മുടെ അന്തരീക്ഷത്തിലുണ്ടാകും. മറ്റൊന്ന് ചൂട്. ഏതൊരു സാഹചര്യത്തിലാണോ അല്പം ചൂട് ഗ്യാസിലേക്ക് എത്തുന്നത്, അത് സഡനായിട്ട് തീ പിടിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ അപകടമുണ്ടാകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ നാം അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ കാര്യം, ഗ്യാസ് നമ്മൾ സൂക്ഷിക്കുന്നത് അടച്ചിരിക്കുന്ന ഒരു സ്ഥലത്ത് വയ്ക്കാൻ പാടില്ല. എല്ലാ വീടുകളിലും പാചകവാതകം ഉപയോഗിക്കുന്ന ഏരിയയിൽ വായു സഞ്ചാരം ഉണ്ടായിരിക്കണമെന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം അടുക്കളകളിൽ പോയി നോക്കിയാൽ അറിയാം, കുക്കിംഗ് ഗ്യാസ് അടുപ്പ് വയ്ക്കുന്ന ഭാഗത്ത് ഒരുപക്ഷെ ജനലോ ഇല്ലെങ്കിൽ വായു സഞ്ചാരമോ ഉണ്ടാകാം. ഇതിൻ്റെ അടിയിലാണ് നമ്മൾ പലപ്പോഴും പാചകവാതക സിലിണ്ടർ വയ്ക്കുന്നത്. സിലിണ്ടർ വച്ചിരിക്കുന്ന ഭാഗത്ത് പ്രത്യേകിച്ച് വായു സഞ്ചാരം ഉണ്ടാകുകയുമില്ല. എന്നാൽ എല്ലാവരും തിരിച്ചറിയുക, ഇതൊരു തെറ്റായ വഴിയാണ്. ഗ്യാസ് വയ്ക്കേണ്ടത് എപ്പോഴും നമ്മുടെ മുറിക്ക് പുറത്തുള്ള വളരെ വായു സഞ്ചാരമുള്ള ഒരു സ്ഥലത്താകണം. എന്നാൽ ഗ്യാസ് അടുപ്പ് വയ്ക്കുന്നത് ജനലുകൾ ഇല്ലാത്ത ഒരു ഭാഗത്തായിരിക്കണം. ഇതിൻ്റെ കാരണം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ജനലുകളോ വാതിലുകളോ ഉള്ള, അതായത് ധാരാളം വായു സഞ്ചാരം ഉള്ളിടത്താണ് ഗ്യാസ് അടുപ്പ് വയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലെന്തെങ്കിലും ഭക്ഷണം പാകം ചെയ്യാൻ വെച്ചിട്ട് നമ്മൾ സിമ്മിലിട്ടിട്ട് പോകും. കുറച്ച് കഴിയുമ്പോൾ നല്ലൊരു കാറ്റടിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഫ്ലെയിം, തീ അങ്ങ് അണഞ്ഞു പോകും. പക്ഷേ ഗ്യാസ് ലീക്ക് ചെയ്തുകൊണ്ടിരിക്കും, നമ്മൾ ആരും അറിയത്തുപോലുമില്ല. ഇങ്ങനെ ഒരു അപകടം ഉള്ളതുകൊണ്ട് കഴിയുന്നത്ര ഗ്യാസ് അടുപ്പ് വായു സഞ്ചാരമുള്ള ഭാഗത്ത് വയ്ക്കരുത്. പക്ഷേ നമ്മളതിൻ്റെ ഗ്യാസ് സിലിണ്ടർ മുറിക്ക് പുറത്തേക്ക് കഴിയുന്നത്ര ചുവരിൽ വലിയൊരു ഹോളിട്ട് പുറത്തെ ഭാഗത്ത് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത് മാത്രമല്ല, പാചകവാതകത്തിന് തീ പിടിക്കുന്നതിന് ഒരു ചെറിയ ചൂട് തന്നെ വളരെ ധാരാളമാണ് എന്നുള്ളത് കൊണ്ട് ഇൻ കേസ് നമ്മൾ ഉപയോഗിക്കുന്ന ഗ്യാസ് സിലിണ്ടർ നമ്മുടെ അടുക്കളയിൽ ലീക്ക് ചെയ്തു വന്നിരിക്കട്ടെ, ലീക്ക് ചെയ്ത് കഴിഞ്ഞാൽ യാതൊരു കാരണവശാലും നിങ്ങൾ ആ മുറിയിലെ സ്വിച്ച് ഇടാൻ ശ്രമിക്കരുത്. കാരണം നമ്മൾ സ്വിച്ച് ഇടുന്ന സമയത്ത് അതിനുള്ളിൽ വളരെ ചെറിയ അളവിലുള്ള സ്പാർക്ക് വരുന്നുണ്ട്. ഈ സ്പാർക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ ഈ സ്പാർക്ക് സഡനായിട്ട് തീ പിടിക്കുകയും ഈ ഗ്യാസ് കംപ്ലീറ്റായി കത്താനുമുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മൾ ഗ്യാസ് കുറ്റി പൊട്ടിത്തെറിച്ച് അപകടം എന്ന് വായിക്കുമ്പോൾ ഇതെല്ലാം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കുന്നതല്ല, പകരം ഈ തീ വളരെ പെട്ടെന്ന് തന്നെ ആളിപ്പടർന്ന് മനുഷ്യരുടെ ഉള്ളിലേക്ക്, മനുഷ്യന് പെട്ടെന്ന് തന്നെ ചൂട് തട്ടിയിട്ട് ഉണ്ടാകുന്ന പൊള്ളലാണ്. നിങ്ങൾക്കറിയാം, പാചകവാതകത്തിന് സാധാരണ ഒരു തീയെ അപേക്ഷിച്ച് ചൂട് അല്പം കൂടുതലാണ്. അത് തന്നെ നമ്മുടെ ശരീരത്തിന് ഏൽപ്പിക്കുന്ന പൊള്ളലും വളരെ വലുതായിരിക്കും. ഇൻ കേസ് നിങ്ങളുടെ അടുക്കളയിൽ പാചകവാതകം ലീക്ക് ചെയ്യുന്നിരിക്കട്ടെ, ആദ്യം ചെയ്യേണ്ട കാര്യം മുറിയുടെ വാതിലുകളും ജനലുകളും പരമാവധി തുറന്നിടുക. പോകുന്നിടത്തോളം വായു സഞ്ചാരം ആ മുറിക്കുള്ളിൽ ഉണ്ടായാൽ പാചകവാതകം കുറച്ചെങ്കിലും പുറത്തേക്ക് പോകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊന്ന്, പാചകവാതക സിലിണ്ടറിൻ്റെ പുറത്ത് നമ്മൾ നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്യുക. നിലത്ത് നനഞ്ഞ ചാക്ക് ഉടനെ ഇടുക. കാരണം
മുറിക്കുള്ളിൽ ചൂടുണ്ടാകുന്ന ഒരു അന്തരീക്ഷം, അതായത് ഗ്യാസ് മുറിയിൽ നിറഞ്ഞാൽ തന്നെ അതൊരു പക്ഷേ ചൂടുണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. മുറിയിൽ നമ്മൾ ജനലോ വാതിലോ അടച്ചു കഴിഞ്ഞാൽ ചെറിയ സ്പാർക്ക് ഉണ്ടായാലോ അത് തന്നെ ഒരു പൊട്ടിത്തെറിക്ക് വകവെച്ചു എന്ന് വരാം. അതിനാൽ മുറിയിൽ തണുത്ത അന്തരീക്ഷം ഉണ്ടാക്കാൻ വേണ്ടി നനഞ്ഞ ടവലോ നനഞ്ഞ തോർത്തോ നനഞ്ഞ ചാക്കോ ഉപയോഗിച്ച് സിലിണ്ടർ ക്ലോസ് ചെയ്യുക. നിങ്ങൾ തറയിൽ അത് മൂടാൻ ശ്രമിക്കുക. ഇമ്മീഡിയറ്റ്ലി ചെയ്യേണ്ട കാര്യം ഗ്യാസ് സിലിണ്ടറിൻ്റെ വാൽവ് അടയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മുടെ വീടുകളിൽ പലരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ഗ്യാസ് അടുപ്പ് കത്തിച്ചു കഴിഞ്ഞാൽ ആവശ്യം കഴിഞ്ഞ് നമ്മൾ അടുപ്പിൻ്റെ അവിടുത്തെ നോബ് മാത്രം ക്ലോസ് ചെയ്യും, താഴെ സിലിണ്ടറിൻ്റെ അവിടെ ക്ലോസ് ചെയ്യാറില്ല. പലപ്പോഴും രാത്രികളിൽ മാത്രമായിരിക്കും ചിലപ്പോൾ ഉറങ്ങാൻ പോകുമ്പോൾ സിലിണ്ടർ ക്ലോസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ എളുപ്പത്തിന് വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ താഴത്തെ നോബിൻ്റെ അവിടെ ലീക്ക് ഉണ്ടെങ്കിലോ നോബിൽ നിന്ന് ഗ്യാസ് അടുപ്പിലേക്കുള്ള ട്യൂബിൽ ചെറിയ ലീക്ക് ഉണ്ടെങ്കിലോ ഒരുപക്ഷെ നിങ്ങൾ പകൽ മുറി അടച്ചിട്ട് പോയാൽ അതിനകത്ത് ഗ്യാസ് ലീക്ക് ചെയ്തിട്ട് ഒരു വൻ അപകടത്തിലേക്ക് പോയി എന്ന് വരാം. അതുകൊണ്ട് എപ്പോൾ ഗ്യാസിൻ്റെ ഉപയോഗം കഴിഞ്ഞാലോ നിങ്ങൾ ഗ്യാസിനോട് ചേർന്നിട്ടുള്ള നോബ് ക്ലോസ് ചെയ്തിരിക്കണം. ഇത് നിർബന്ധമാണ്. ഇൻ കേസ് ഗ്യാസ് ലീക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നോബ് ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ മുറിക്കുള്ളിൽ ചൂടുണ്ടാകുന്ന യാതൊരു സാഹചര്യവും ഒഴിവാക്കണം. ഇൻ കേസ് ഒരു ചെറിയ ലീക്ക് മാത്രമാണ് സംഭവിക്കുന്നതെങ്കിൽ ഇത്രത്തോളം നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സാഹചര്യമില്ല. പകരം നിങ്ങൾ നോബ് ക്ലോസ് ചെയ്തിട്ട് മുറിക്കകത്ത് വായു സഞ്ചാരം വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ ഒരു പ്രോബ്ലം മാറിക്കിട്ടും. ചെറിയ ലീക്ക് ഉണ്ടായാൽ തന്നെ പാചകവാതകം ലീക്ക് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ഇതിനകത്ത് മെർക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ ചേർക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഗ്യാസ് ലീക്ക് ചെയ്ത ഉടൻ തന്നെ ഒരു പ്രത്യേക ഗന്ധം നമുക്ക് അനുഭവപ്പെടുന്നതും ഗ്യാസ് ലീക്ക് ചെയ്യുന്നുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കുന്നതും. അമിതമായിട്ട് ചൂടുണ്ടാകുന്ന ഒരു അന്തരീക്ഷത്തിലും നമ്മൾ ഗ്യാസ് സിലിണ്ടർ സൂക്ഷിക്കരുത്. കാരണം ഇൻ കേസ് നമ്മൾ വീടിന് പുറത്ത് ഗ്യാസ് സിലിണ്ടർ വയ്ക്കുന്നു, അതിൻ്റെ അടുത്ത് ചവർ കൂട്ടിയിട്ട് കത്തിക്കുന്നു എന്നിരിക്കട്ടെ, ചവർ കൂടുന്ന തീയുടെ ചൂട് മതി ഗ്യാസ് സിലിണ്ടറിൻ്റെ ഉള്ളിലുള്ള പാചകവാതകത്തിൻ്റെ മർദ്ദം കൂടാനും ഇത് എക്സ്പാൻഡ് ചെയ്യാനും. ഒരുപക്ഷെ ഇത് വളരെ ശക്തമായി മർദ്ദം അതിനകത്ത് വർദ്ധിച്ചാൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ വീട്ടിനുള്ളിൽ പാചകവാതക സിലിണ്ടറിൻ്റെ അടുത്ത് ലീക്കുണ്ട്. ഇൻ കേസ് അവിടെയുള്ള ഒരു തുണിയോ മറ്റോ തീ പിടിച്ചാൽ യാതൊരു കാരണവശാലും പാചകവാതക സിലിണ്ടറിൻ്റെ അടുത്തേക്ക് ഈ ചൂട് പോവാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കണം. ഇന്ന് നമ്മുടെ എല്ലാം വീടുകളിൽ പാചകവാതകം ഉപയോഗിച്ചാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കൊച്ചു കുട്ടികൾ പോലും ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യുക. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.